സഫാരി കാർസിന്റെ കൊച്ചി ഷോറൂമിലെ ഓഫർ ഇല്ല എന്നുള്ളൊരു പരാതി ഉണ്ട് അല്ലേ? എന്നാ നെട്ടിക്കുന്ന ഒരു ഓഫറിൽ ഇന്നൊരു വണ്ടി നിങ്ങൾക്ക് തരാൻ പോവാണ്. എല്ലാവരും പറയുന്നുണ്ട് സഫാരി കാർസിന്റെ കൊച്ചി ഷോറൂമില് വലിയ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ, മോഡൽ കൂടിയ കിലോമീറ്റർ കമ്മിയിലെ വില കൂടിയ വാഹനങ്ങളുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ ഓഫർ പ്രൈസിലും കാണിക്കാം അല്ലെ? ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വണ്ടികൾ രണ്ട് വണ്ടികൾ നിങ്ങളെ കാണിക്കാം. ഇപ്പൊ നമുക്കിവിടെ ഒരു ഇന്നോവ ഹൈക്രോസ് ഉണ്ട്, ഫോർഡ് എൻഡോവർ ഉണ്ട്. ഹൈക്രോസ് ഇന്നലെ അഡ്വാൻസ് ആയില്ലേ? എൻഡോവറിന്റെ ഡീറ്റെയിൽസ് പറയാം. അതേപോലെ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോണത് നെട്ടിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നെട്ടണല്ലോ അല്ലെ? ഒരു കിഡിലം മിനി കൂപ്പർ ആട്ടോ. ഈ മിനി കൂപ്പർ അല്ല, ഇത് കൺട്രിമാൻ ആണ്. ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇത് നമുക്കൊരു 36 ലക്ഷം രൂപ. 36 ലക്ഷം രൂപക്കാണ് 2021 മോഡല്, പെട്രോള്, 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണറിൽ കിടക്കുന്ന ഒറിജിനൽ കേരള. അപ്പൊ 36 ലക്ഷം രൂപക്ക് ഒരു മിനി കൂപ്പർ നമ്മൾ പറഞ്ഞു. ഇതിന് മുന്നേ ഒരു മിനി കൂപ്പർ നമ്മൾ കൊടുത്തതും 30 ലക്ഷം രൂപന്റെ മുകളിലാണ്. അപ്പൊ ഇത്രയും വില മിനി കൂപ്പറിന് പറയുമ്പോ മിനി കൂപ്പർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇന്ന് ഓഫറിൽ ഈ വീഡിയോക്ക് ഒരു ഓഫറാണ് അല്ലേ? 10,90,000 രൂപക്ക് ഒരു കിഡില മിനി കൂപ്പർ, അതായത് 2012 മോഡല് മിനി കൂപ്പർ എസ്, കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടി കേട്ടോ. അത് ഈ പ്രൈസിന് തരുമ്പോ നിങ്ങൾ സഫാരി കാർസിന്റെ വാറണ്ടി ഗ്യാരണ്ടി ചോദിക്കരുത്. 2012 മോഡലാണ്, എക്സ്ചേഞ്ച് വരുന്ന വാഹനമാണ്. അപ്പൊ അതേ കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് തരാണ്. ചെറിയ ചെറിയ മിനുക്ക് പണികളൊക്കെ നിങ്ങൾ എടുത്ത് കുട്ടപ്പനാക്കി കൊണ്ടിറക്കണം. പക്ഷെ വണ്ടി മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ വന്നോളി, ചെക്ക് ചെയ്തോളി. നിങ്ങൾക്ക് ഷോറൂമിൽ ചെക്ക് ചെയ്യണോ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, കിലോമീറ്റർ ഇതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരും. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും. അതായത് ഇത്തരം വണ്ടികളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഒരു ഇവിടുന്ന് എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു 100 രൂപേന്റെ പണി ഉണ്ടാവില്ല. അപ്പൊ 2 കാറ്റഗറി വണ്ടികൾ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളൊക്കെ നമ്മൾ അതേപോലെ തന്നെ നോ വാറണ്ടി എക്സ്ചേഞ്ച് വരുന്ന കുറച്ചും കൂടെ വാഹനങ്ങൾ നമുക്ക് ഈ വീഡിയോ ഫുള്ള് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ന്യൂ സ്റ്റോക്കിൽ ഒരുപാട് SUV കാറ്റഗറി വാഹനങ്ങൾ മുന്നേ ഇന്നലെ ഞങ്ങൾ കാണിച്ചു. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ സഫാരി കാർസിന്റെ ഫ്രണ്ട് ഏരിയയിലെ പിന്നെ BMW-ന്റെ 340i കാണിച്ചു, അതേപോലെ കാണിച്ചു, മെഴ്സിഡീസിന്റെ AMG ലൈൻ കാണിച്ചു, Audi Q8 കാണിച്ചു, Audi A6 ഉണ്ട്, അതേപോലെ ജാഗുർ XC ഉണ്ട്. ആ വണ്ടികളാണ് ഇന്നലെ കാണിച്ചത്. ഇന്ന് നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള വണ്ടികൾ കാണിക്കാം. ഫസ്റ്റ് ഇപ്പൊ മിനി കൂപ്പർ നിങ്ങളെ കാണിച്ചു. ഇനി കാണിക്കാനുള്ളത് മെഴ്സിഡീസ് ബെൻസിൽ തന്നെ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് GLC അല്ലേ? GLC-ന്റെ 220 2021 മോഡലില് 22 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ PY രജിസ്ട്രേഷനിൽ ഇറക്കുന്ന വാഹനം. കിലോമീറ്റർ 44,000 കിലോമീറ്റർ ഓടി. ഫസ്റ്റ് ഓണർ ആണ്. ബ്രാൻഡ് ന്യൂ ടയർ 4 ഉണ്ട്. ബ്രാൻഡ് ഇൻഷുറൻസ് പുതിയതുണ്ട്. എല്ലാ വാഹനമാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും വാഹനത്തില്ല. നമ്മൾ ആസ്കിംഗ് റേറ്റ് വരുന്നത് 47 ലാഖിന് കിഡിലും മെഴ്സിഡീസ് ബെൻസിന്റെ GLC. ഇനി GLE ന്യൂ ഷേപ്പിൽ വരുന്ന 300 ആണ് ഇത്. ഇത് 2023 മോഡലില് നിലവിൽ ഇപ്പോ അണ്ടർ വാറണ്ടി കിടക്കുന്ന വാഹനമാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പില് നല്ലൊരു ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ വാഹനമാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് 79,50,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ GLE 300 ആവുമ്പോഴേ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണണ്ട കേട്ടോ അല്ലെ? അതായത് GLS 400, ഈ GLE 300 ഇതൊക്കെ ഏകദേശം സെയിം ഇന്റീരിയർ ആണ് വരുന്നത് അല്ലെ? ഈ ബീജ് കളർ ആൻഡ് ബ്ലാക്ക് കളറിൽ ന്യൂ ഷേപ്പിൽ വരുമ്പോഴേ കിഡിലെ ലുക്ക്, നല്ല പെർഫോമൻസും ഉണ്ടാവും. അതെ. അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയ ഷേപ്പിലുള്ള GLE 300 ആണെന്നുണ്ടെങ്കിൽ അണ്ടർ വാറണ്ടി വാഹനം, അതായത് ഷോറൂം വാറണ്ടിയിൽ തന്നെയല്ല വണ്ടി. നിങ്ങൾക്ക് ഈ ന്യൂ ഷേപ്പ് വേണ്ട, ഈ ഷേപ്പ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ GLE 350 2018 മോഡലില് 19 രജിസ്ട്രേഷനില് 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ ഫുൾ കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്ന വാഹനം. നമുക്ക് ആസ്കിംഗ് റേറ്റ് വരുന്നത് 49 lakhs, 49 ലക്ഷം രൂപക്ക്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴേ ഏകദേശം 1 കോടി 1.25 കോടി വാഹനത്തിന് പുതിയ വണ്ടിക്ക് 1,30 ലക്ഷം രൂപന്റെ മേലെ ഓൺ റോഡ് പ്രൈസ് വരും. ഇതും ഏകദേശം ഇറങ്ങുമ്പോൾ 90 ലക്ഷം രൂപന്റെ അടുത്ത് പ്രൈസ് ഉണ്ടായിരുന്ന വണ്ടിയാണ് നമ്മൾ ഇത്രയും പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം മാർക്കറ്റ് അന്വേഷിക്കണം. GLE 350 നോക്കുന്ന ആളുകൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാഹനം സെയിം ഷേപ്പില് സെയിം മോഡലില്. നമ്മളെ പ്രത്യേകത എന്ന് വെച്ചാല് ആരും വില കൂടുതൽ എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറി ഉണ്ട്. അപ്പൊ അത് നമ്മൾ 46 ലക്ഷം രൂപ ചോദിക്കുമ്പോ അതേ ഷേപ്പിലുള്ള വണ്ടി തന്നെ നിങ്ങൾക്ക് തരാൻ പോണത് 2015 മോഡലില് PY രജിസ്ട്രേഷൻ നടക്കുന്ന വാഹനം. 80,000 കിലോമീറ്റർ ഓടി 350 സെയിം. ഇത് നമുക്കൊരു 26 lakhs കൊടുക്കാം. 26 ലക്ഷം രൂപക്കാണ് വാഹനം കൊടുക്കാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും അടുത്തത് മെഴ്സിഡീസിന്റെ GL 350 ബുക്കിംഗ് ആയതാണ്. ഇതൊരു കിഡിലെ മുതലാട്ടോ. വോൾവോ XC90 കിഡിലെ ലുക്കാണ്. അതായത് സേഫ്റ്റിക്ക് സേഫ്റ്റി, ലക്ഷറിക്ക് ലക്ഷറി, ലുക്കിന് ലുക്ക് അല്ലെ? വോൾവോന്റെ ഒരു SUV 7 സീറ്റർ വാഹനം നോക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ
വേറൊരു ഓപ്ഷനും നോക്കില്ല. കിലോമീറ്റർ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ, സിംഗിൾ കേരള വണ്ടി. സിംഗിൾ ജിറ്റ് നമ്പർ ഉണ്ട്. എല്ലാം ഇൻസ്ക്രിപ്ഷൻ ഏറ്റവും ടോപ്പിന്റെ മോഡൽ സീറ്റ് മസാജറും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ റേഞ്ച് റോവർ സ്പോർട്ട്, റേഞ്ച് റോവർ വോഗ്, ജീപ്പ് റുബിക്കോൺ. ഇപ്പൊ നിങ്ങൾ ഈ ലൈൻ ഇങ്ങനെ നോക്കുമ്പോ ഫുള്ള് കൊമ്പന്മാരാ കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാട്ടോ, അതുകൊണ്ടാണ് പറയാത്തത്. സ്പോർട്ടൊക്കെ കിഡിലം വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വോഗ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ വോഗാട്ടോ. ഏകദേശം ഒരു 10-55 ലക്ഷം രൂപക്ക്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലല്ല, അതിന്റെ തൊട്ട് മുന്നേ ഷേപ്പൊക്കെ കൺവേർട്ട് ചെയ്തൊരു വോഗ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതേപോലെ 50,000 കിലോമീറ്റർ ഓടിയ റൂബിക്കോൺ. 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ, അതാണ് ഹൈലൈറ്റ്. ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ലോഗോ ഉണ്ട് നമുക്ക് അല്ലേ. ഇവിടെ ഒരു ഒട്ടനവധി വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. ഇവിടെയും ലോ കിലോമീറ്റർ ഒറിജിനൽ വാഹനങ്ങളൊക്കെ ഉണ്ട്. 25 ഉണ്ട് നമ്മളെ കയ്യില്. 2018 മോഡല്, 19 രജിസ്ട്രേഷനിൽ, PY രജിസ്ട്രേഷനിൽ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആയ വാഹനം. 60,000 കിലോമീറ്റർ ഓടിയത്. അത് നമുക്ക് ആസ്കിംഗ് റേറ്റ് വരുന്നത് 32 ആണ്. എന്തെല്ലാം ചെറിയ രീതിയിൽ, അതായത് ന്യൂ ഷേപ്പ് Q5 ഈ വീഡിയോയിൽ കാണിക്കാം. ഡീസൽ വാഹനം. അതേപോലെ നമ്മൾ പറഞ്ഞ മിനി കൂപ്പറിന്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും ഇന്റീരിയറും ഷോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു കൂപ്പറസ് 2 ഡോർ വണ്ടിയാണ് അല്ലേ. ഒരു സ്പോർട്സ് കാർ ടൈപ്പിലൊക്കെ അടിച്ചു പൊളിച്ച് നടക്കണ്ടേ. എടുക്കാൻ കസ്റ്റമർ ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ബഡ്ജറ്റിന് കിട്ടുകയാണ് അല്ലേ. അതും കേരള രജിസ്ട്രേഷൻ ആണ്, അതർ സ്റ്റേറ്റ് ഒന്നും അല്ല. നിങ്ങൾക്ക് നേരെ നിങ്ങളെ പേരിലോട്ട് മാറ്റാൻ ചെറിയ പൈസ വരുള്ളൂ. പിന്നെ അതേപോലെ കാണിക്കാനുള്ളത് മെർസിഡീസിന്റെ S ക്ലാസ് ഒരു ബഡ്ജറ്റ് ഉണ്ട്. അതേപോലെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വേറെ S ക്ലാസ് കാണിച്ചിരുന്നു അല്ലേ. പിന്നെ നമ്മളതിൽ പോർഷെ കെയിൻ അത് കൊടുക്കാം നമുക്ക്. അത് ഇന്നത്തെ വീഡിയോയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊടുക്കാം. പോർഷെ കെയിൻ അല്ലേ. ഒരു 26 ലക്ഷം രൂപക്ക് നമ്മളതിലൊരു പോർഷയുടെ കെയിൻ ഉണ്ട്, കേരള വണ്ടി, നല്ല ഫാൻസി നമ്പറോടുള്ള ഒരു വാഹനം, ഒറിജിനൽ കേരള വാഹനം. അപ്പൊ ഈ ഒരു ബഡ്ജറ്റിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ മിനി കൂപ്പറിൽ തന്നെ കൺട്രിമാൻ ഡീസൽ പെട്രോൾ, ഇത് ഡീസൽ. ഏകദേശം രണ്ടും സെയിം കളറാണ്. അപ്പൊ 3 മിനി കൂപ്പർ ഉണ്ട് നമ്മള്. ഇത് ഏകദേശം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മിനി കൂപ്പർ തന്നെയാണ്. ഡീസലാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ KL07 വാഹനം. ഇത് നമുക്കൊരു 26 നമുക്ക് കൊടുക്കാം. 26 ലക്ഷം രൂപക്കും. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. പിന്നെ S ക്ലാസ് ഇന്നലെ നമ്മൾ കാണിച്ചു. പിന്നെ നല്ലൊരു C ക്ലാസ് ഉണ്ട് ഇവിടെ. C ക്ലാസ് 2016 മോഡലില് PY രജിസ്ട്രേഷനിലുള്ള വാഹനം. 2016 മോഡല് 60,000 കിലോമീറ്റർ ബ്ലാക്ക് കളറിലുള്ള വാഹനം. നമുക്കൊരു 23 ലക്ഷം രൂപക്ക് നമുക്ക് ന്യൂ ഷേപ്പിൽ 16 മോഡലാട്ടോ. കംപ്ലീറ്റ്ലി ഫേസ് ലിഫ്റ്റ് ചെയ്തൊരു 5 സീരീസ് വേറെ. ഇത് 2015 മോഡല് കംപ്ലീറ്റ്ലി ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനമാണ്. അപ്പൊ ഇത്തരം വാഹനങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു. ഇന്നലെ ഇന്നലെ നമ്മൾ കാണിച്ചു. പിന്നെ BMW X5 ഉണ്ട്, മെർസിഡീസിന്റെ GLS ഉണ്ട്. അതേപോലെ BMW ഒട്ടനവധി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു വാഹനം ഉണ്ട്, BMW 640 ഡീസൽ. പെർഫോമൻസ് വാഹനമാണ്. 2012 മോഡലില് നല്ല ഫാൻസി നമ്പറും കണക്കിൽ കേരള രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനം. ഒരു കിടിലൻ ലുക്കിലുള്ള വണ്ടിയാണ്. 2 ഡോർ ആണ്. 2 ഡോർ വാഹനം നോക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. നമുക്കൊരു പെട്ടെന്ന് വാങ്ങിക്കാൻ 29 ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാം. മാർക്കറ്റിൽ കിട്ടാത്ത ഒരു മുതലാണ്. ഇത് കേരള രജിസ്ട്രേഷനിലെ വണ്ടി കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ കളക്ഷൻ ഇതുപോലെ ഓഫറും ആയില്ലേ. പിന്നെ ലോങ് വീൽ ബേസ് ഈ ക്ലാസ് 2017 മോഡലില് 70,000 കിലോമീറ്ററുടെ അതർ സ്റ്റേറ്റ് വാഹനം. ഇത് നമുക്ക് NOC പ്രൈസ് ഒക്കെ ഏകദേശം 24.5 ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാം. ലോങ് വീൽ ഈ ക്ലാസ്. അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വേറെ കുറച്ചുകൂടെ വാഹനങ്ങൾ നമ്മളെ ഇപ്പൊ നിലവിൽ സ്റ്റോക്കിലുണ്ട്. നിങ്ങള് താരത്തിൽ വണ്ടി കൊടുക്കാനുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കി. വണ്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യും. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പാർക്ക് ആൻഡ് സെയിൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ടൊയോട്ടന്റെ ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണർ ഇത്തരം വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്ക്. നമുക്ക് കരുവാരകുണ്ട് നമ്മളെ ഷോറൂമിലോട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒട്ടനവധി വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഫൈക്രോസ് ഇവിടെ തന്നെ വന്നു, ഇവിടെ തന്നെ കൊടുത്തു. പെൻഡോർ സ്റ്റോക്ക് കയറിയതാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.